കേരളത്തോടൊപ്പം തന്നെ 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ആസാം. കേരളത്തെ പോലെ തന്നെ കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന് എല്ലാ സർവേകളും പറയുന്നൊരു സംസ്ഥാനം കൂടിയാണ് ആസാം. അതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതോടെ രാജിവെച്ചുപോയ മുൻ PCC അധ്യക്ഷൻ രാജി പിൻവലിച്ച് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അസം നമുക്കറിയാം, അതിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും ഭയാനകമായ ഒരു ഭരണത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മതേതര രാജ്യമായ ഇന്ത്യയിൽ തന്നെ നാണക്കേടുണ്ടാക്കി അസം സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ മുസ്ലിങ്ങളെ പച്ചയ്ക്ക് തോൽപ്പിക്കാനും അതുപോലെ തന്നെ ആക്രമിക്കാനും നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി രാജ്യത്ത് അറിയപ്പെടുകയാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുകയും നിയമസഭയിലെ മുസ്ലിം MLA-മാർക്ക് നിസ്കരിക്കാനുള്ള അവസരവും അവകാശവും പോലും എടുത്തു കളഞ്ഞിരിക്കുന്ന ഒരേ ഒരു സർക്കാർ അത് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ അസമിലെ BJP സർക്കാർ മാത്രമാണ്. അദ്ദേഹം ഒരു തവണ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായത്. രാജ്യത്ത് എല്ലാ മനുഷ്യർക്കും വളരെയധികം വിഷമമുണ്ടാക്കിയ ഭരണകൂടമായി അസമിലെ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഭരണകൂടം മാറുകയാണ്. അത് വളരെ വ്യക്തമായി മനസ്സിലായതോടെയാണ് ഈ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടെയാണ് അസം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളും PCC അധ്യക്ഷനുമായിരുന്ന ഭൂപൻ ബോറ താൻ പ്രഖ്യാപിച്ച രാജി പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ PCC അധ്യക്ഷനായ ഗൗരവ് ഗൊഗോയ് MP-യുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഭൂപൻ ബോറ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തിരിക്കുന്നത്. ഭൂപൻ ബോറ എന്ന നേതാവ് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് തിന്മയുടെ വക്താക്കളായ BJP-യുമായി കൂട്ടുകൂടാൻ കഴിയില്ല എന്നുറപ്പായതോടെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തിരിച്ചു വന്ന് കോൺഗ്രസിൽ ചേർന്നത്. എന്തെങ്കിലും തെറ്റ് പാർട്ടിക്കുള്ളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധിയും ഭൂപൻ കുമാർ ബോറയുമായി സംസാരിച്ച് രമ്യമായി പരിഹരിച്ചിട്ട് ആണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് യാതൊരു ഉപാധിയുമില്ലാതെ കടന്നു വന്നത്. നന്മ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഭൂപൻ ബോറ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഭൂപൻ ബോറയുടെ രാജി കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു ആദ്യം. എന്നാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറി. ഇത് മറികടക്കാനാണ് ഗൗരവ് ഗൊഗോയ് അടിയന്തരമായി ചർച്ച നടത്തി രാജി പിൻവലിച്ച്. നമുക്കറിയാം, 2021-25 കാലയളവിൽ ആണ് ബോറ അസം PCC അധ്യക്ഷനായി ഉണ്ടായത്. 2 തവണ MLA-യുമായി അദ്ദേഹം നടത്തിയ ചില ചർച്ചകൾക്കൊടുവിൽ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ആസാമിൽ BJP വലിയ തോൽവി ഏറ്റുവാങ്ങും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അത് ഉറപ്പിച്ചതോടെയാണ് അദ്ദേഹം രാജി പിൻവലിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വരാൻ ഇപ്പോൾ കാരണമായത്. അതായത് നമുക്കറിയാം, ഗൗരവ് ഗൊഗോയ് എന്നാൽ രാഹുൽ ഗാന്ധിയോടും KC വേണുഗോപാലോടുമൊപ്പം ലോകസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനേതാവായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ MP എന്നുള്ള നിലയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അസമിലേക്ക് പറഞ്ഞയച്ചത് തന്നെ അസം എന്ന സംസ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഗൗരവ് ഗൊഗോയ് എന്നാൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയുടെ മകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജനസമ്മതി അസമിൽ വലിയ തേരോട്ടമാണ് ഇപ്പോൾ കോൺഗ്രസിന് നടത്താനാകുന്നത്. BJPക്ക് അതുതന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക വന്നിരിക്കുന്നത്. ഗൗരവ് ഗൊഗോയുടെ വാക്കുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ വലിയ പിന്തുണ ലഭിച്ചതോടെ BJP അസമിൽ തോൽക്കുമെന്നൊരു ഭീതി അവർക്ക് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഏകദേശം 40% വരുന്ന മുസ്ലിം സമുദായം ഇപ്പോൾ വിവിധ പാർട്ടികളായി ഭിന്നിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് അസമിലുള്ളത്. അവരെയെല്ലാം ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനും വർഗീയതയ്ക്കെതിരെ പോരാടാനും ഗൗരവ് ഗൊഗോയ്ക്ക് നേതൃത്വത്തിൽ നിന്ന് പറ്റുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസമിൽ വലിയൊരു ഉന്മേഷമാണ് നൽകുന്നത്. ഇതൊക്കെ കൊണ്ട് ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സഖ്യം അസം പിടിച്ചെടുക്കുമെന്നുള്ളത് ഉറപ്പായപ്പോഴാണ് BJP മുൻ PCC അധ്യക്ഷനെ വരെ പൊക്കിയെടുക്കാൻ നോക്കിയത്. എന്നാൽ എല്ലാ റിപ്പോർട്ടുകളും അസമിൽ കോൺഗ്രസ് ഭരിക്കും എന്നുള്ള ചില സൂചന നൽകുന്നതോടെ ആരും BJPക്ക് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്.